അനുഗ്രഹിക്കപ്പെടുമെന്ന്. അതെങ്ങനെ? ഞാൻ വചനം ശ്രവിച്ചാൽ, ഞാൻ വചനം വിശ്വാസത്തോടെ കേട്ടാൽ. ഇതുപോരെ കുഞ്ഞെ എൻ്റെ ജീവിതം അനുഗ്രഹമാകാൻ, ഇതുപോരെ നമ്മുടെ കുടുംബം അനുഗ്രഹമാകാൻ. ആരാ നമ്മളെ നോക്കിയിട്ട് പറഞ്ഞ് അനുഗ്രഹിക്കപ്പെടുകയല്ലെന്ന് പറഞ്ഞത്? അവർ പറഞ്ഞയാളുടെ കയ്യിലല്ല നമ്മുടെ അനുഗ്രഹം ഇരിക്കുന്നത്, പറഞ്ഞയാളുടെ വാക്കിലല്ല നമ്മുടെ അനുഗ്രഹം ഇരിക്കുന്നത്. അവരുടെ വാക്കുകളും പ്രവൃത്തികളും വേദവാക്യമായി എടുക്കല്. സ്വർഗത്തിലെ ദൈവമായി എന്നോട് പറയുന്നത്, നീ അനുഗ്രഹിക്കപ്പെടും. ഈ വചനം കേട്ടെഴുതുന്ന നീ അനുഗ്രഹിക്കപ്പെടും. ഈ കണ്ണുനീരോടെ കേൾക്കുന്ന കുഞ്ഞ്, നീ അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ കുടുംബം, എൻ്റെ കുടുംബം ഇങ്ങനെയൊക്കെ തന്നെ ആണല്ലോ എന്ന് ചിന്തിക്കുന്ന നിങ്ങളും നിങ്ങളുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഈ വചനത്തിൽ നിന്നോട്ടൊരു അനുഗ്രഹം, ഈ വചനം ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കണം. ഈ വചനം കേൾക്കണം. സമയം കിട്ടുമ്പോൾ ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ ഒന്ന്, ചിലപ്പോൾ ഉള്ള സമയത്ത് ഒന്നും കൂടെ കേൾക്കണം. ആ ബൈബിൾ തുറന്നു വച്ചേച്ച് ഒരു അനുഗ്രഹം അതിലൂടെ നിങ്ങൾ അനുഭവിക്കും. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം.